അമേരിക്ക ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ യുഎസിന്റെ കനത്ത വ്യോമാക്രമണം തിരിച്ചടിക്കാൻ ഇറാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സമാധാന ചർച്ചകൾ അവതാളത്തിലാകുന്നു. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം യുഎസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇപ്പോൾ മേഖലയിൽ സംഘർഷം കൂടുതൽ കനക്കുകയാണ്. ഹെലികോപ്റ്റർ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്കൻ വ്യോമസേനയും അവിടെ നാവികസേനയും ചേർന്നുകൊണ്ട് ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ വ്യാപക വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് വിവരം. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ ശൃംഖലകൾ, ഗ്രൗണ്ട് കൺട്രോൾ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്നതാണ് യുഎസ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഗുഷ്മ ദ്വീപുകൾ, സിറിക്, ബന്ദർ അബ്ബാസ് മേഖലകളിലെല്ലാം തന്നെ വൻ സ്ഫോടനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായി തന്നെ ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ തന്നെ ശക്തമായ തിരിച്ചടിയുമായി ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട്. ജോർദാനിലെ അൽ അസാറക് വ്യോമതാവളം ഉൾപ്പെടെ തന്നെ പശ്ചിമേഷ്യയിലെ വിവിധ യുഎസ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുകയും ചെയ്തു. കുവൈറ്റിലും ബഹ്റിനിലും അടക്കം യുഎസ് സൈനിക താവളങ്ങളും ആക്രമണ പരിധിയിലുണ്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാൻ തൊടുത്തുവിട്ട നിരവധി മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തകർത്തതായി ജോർദാൻ സൈന്യവും യുഎസ് സഖ്യകക്ഷികളും അറിയിച്ചു. ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ലോകശക്തികളുടെ ശ്രദ്ധ ഇപ്പോൾ ഈ സംഘർഷ മേഖലയിലേക്ക് എത്തി നിൽക്കുന്നു. എന്നാൽ തങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ അധിനിവേശത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആ മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ വൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇറാൻ മറുപടി നൽകിയിരിക്കുന്നതെന്നും വ്യക്തമാക്കുകയാണ്. ജോർദാനിൽ അമേരിക്കൻ സൈനികർ തങ്ങുന്ന ഒരു തന്ത്രപ്രധാനമായ സ്ഥലം നോക്കിക്കൊണ്ട് തന്നെ, അതായത് അവിടെ ആ ഒരു വ്യോമതാവളത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായും വ്യക്തമാക്കിയിരിക്കുകയാണ്. താവളത്തിലെ യുഎസിന്റെ F-35 യുദ്ധവിമാനങ്ങളുടെ ഹാങ്കറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളും തങ്ങൾ തകർത്തതായി തന്നെ ഇറാൻ ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ തൊടുത്തുവിട്ട 5 മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വഴി അവിടെ വെടിവെച്ചിട്ടതായി തന്നെ ജോർദാൻ സൈന്യം വ്യക്തമാക്കി. ഇവയുടെ അവശിഷ്ടങ്ങൾ വീണ് അവിടെ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും കുവൈറ്റ്, ബഹ്റിൻ രാജ്യങ്ങൾക്കൊപ്പം തന്നെ യുഎസും അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ നടത്തിയ മിക്ക ആക്രമണങ്ങളും പ്രതിരോധിച്ചതായി തന്നെ പ്രാഥമിക വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നുകൊണ്ട് നിലവിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ പുനർപരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ, അതായത് ഒമാൻ തീരത്തിനോട് ചേർന്ന് പെട്രോളിംഗ് നടത്തുന്നതിനിടെ തന്നെ ഇറാനിയൻ ഡ്രോണുകളുമായി കൂട്ടിയിടിച്ച് യുഎസ് ഹെലികോപ്റ്റർ തകർന്നു എന്നതാണ് യുഎസ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കടലിൽ വീണ 2 യുഎസ് പൈലറ്റുമാരെയും റോബോട്ടിക് ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.